ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 33 അംബരീഷചരിതം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധത്തിൽ 4-ാം അധ്യായത്തിലെ 15-ാം ശ്ലോകം തൊട്ട് തുടങ്ങി 5-ാം അധ്യായത്തോടു കൂടി അവസാനിക്കുന്ന 84 ശ്ലോകമാണ് നാരായണീയത്തിലെ അംബരീഷ ചരിതത്തിൻ്റെ അടിസ്ഥാനം. ശ്ലോകം 1. വൈവസ്വദാഖ്യമനുപുത്ര നഭാഗജാത നാഭാഗനാമക നരേന്ദ്രസുതോംബരീഷാ സപ്താർണവാവൃതമഹീദയിതോ വിരേമേ ത്വത്സംഗിഷു ത്വയി ച മഗ്നമനാ സദൈവ. പദം പിരിക്കാം. വൈവസ്വത ആഖ്യ മനു പുത്ര നഭാഗ ജാത നാഭാഗ നാമക നരേന്ദ്ര സുതഃ അംബരീഷഃ സപ്ത അർണവ ആവൃത മഹീ ദയിതഃ അഭി രേമേ ത്വത് സംഗിഷു ത്വയി ച മഗ്ന മനാഃ സദാ ഏവ. വൈവസ്വതാഖ്യ മനുപുത്ര നഭാഗജാത നാഭാഗനാമക നരേന്ദ്രസുതഃ അംബരീഷഃ. വൈവസ്വതൻ എന്നു പേരായ മനുവിൻ്റെ പുത്രനായ നഭാഗനിൽ നിന്നും ജനിച്ച നാഭാഗൻ എന്നു നാമമായ നരപതിയുടെ പുത്രനായ അംബരീഷൻ സപ്താർണവാവൃത മഹീദയിതഃ അഭി. 7 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂമിയുടെ അധിപനായിരുന്നിട്ടും സദാ ഏവ ത്വത്സംഗീഷു ത്വയി ച മഗ്നമനാഃ രേമേ, ഏതു സമയത്തും അങ്ങയിൽ ആസക്തി ഉള്ളവരിലും, അതായത് ഭഗവത് ഭക്തരിലും അങ്ങയിലും മുഴുകിയ മനസ്സോടുകൂടിയവനായിട്ട് രമിച്ചു പോന്നു, സുഖമായി കാലത്തെ കഴിച്ചു പോന്നു. വൈവസ്വത മനുവിൻ്റെ പുത്രനായ നഭാഗന് പുത്രനായി നാഭാഗൻ എന്ന രാജാവുണ്ടായി. അദ്ദേഹത്തിൻ്റെ പുത്രനായ അംബരീഷൻ 7 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂമിയുടെ അധിപതിയായിരുന്നുവെങ്കിലും നിൻതിരുവടിയുടെ ഭക്തന്മാരിലും നിൻതിരുവടിയിലും എപ്പോഴും ആസക്തചിത്തനായിട്ട് രമിച്ചു. അംബരീഷൻ മഹാഭാഗ്യവാനാകുന്നു. എന്തുകൊണ്ടെന്നാൽ അനേക ജന്മങ്ങളിൽ അനുഷ്ഠിച്ച പുണ്യകർമ്മങ്ങളുടെ ഫലം കൊണ്ടല്ലാതെ വിഷയങ്ങളിൽ വിരക്തി വരുകയില്ല. അംബരീഷൻ 7 ദ്വീപുകളടങ്ങിയ ഭൂമിക്ക് അധിപതിയായിരുന്നു. വിഷയസംയോഗം നിമിത്തമുണ്ടാകുന്ന സുഖം തുച്ഛവും നശ്വരവും അനർത്ഥപ്രദവുമാണെന്നറിഞ്ഞപ്പോൾ സാക്ഷാൽ പരമ ഐശ്വര്യസ്വരൂപനായ ശ്രീവാസുദേവനിലും ആ ഭഗവാനെ പരമാർത്ഥമായി ആശ്രയിച്ചിരിക്കുന്ന ഭക്തന്മാരിലും ലോകാനുഗ്രഹത്തിനായി ശരീരയാത്ര നിർവഹിക്കുന്ന സാധുക്കളിലും അദ്ദേഹത്തിന് പരമപ്രേമമുണ്ടായിരുന്നു. സകല ഇന്ദ്രിയങ്ങളെയും ഭഗവാനിൽ സമർപ്പിച്ച് വർണ്ണിച്ചും കീർത്തിച്ചും കൊണ്ട് അംബരീഷൻ ഭക്തിമഹിമയെ പ്രകാശിപ്പിച്ചിരുന്നു. ആ അംബരീഷ മഹാരാജാവ് സർവപാപങ്ങളെയും നശിപ്പിച്ച് പരമാനന്ദത്തെ ഭക്തന്മാർക്ക് നൽകുന്ന ശ്രീകൃഷ്ണൻ്റെ പാതാരവിന്ദങ്ങളുടെ ധ്യാനത്തിൽ മനസ്സിനെ ഉറപ്പിച്ചു ജീവിച്ചു. വൈവസ്വദാഖ്യമനുപുത്ര നഭാഗജാത നാഭാഗനാമക നരേന്ദ്രസുതോംബരീഷാ സപ്താർണവാവൃതമഹീദയിതോ വിരേമേ ത്വത്സംഗിഷു ത്വയി ച മഗ്നമനാ സദൈവ. ശ്ലോകം 2. ത്വത്പ്രീയതേ സകലമേവ വിതന്വതോസ്യാം ഭക്ത്യൈവ ദേവ ന ചിരാദവൃഥാ പ്രസാദം യേനാസ്യ യാജനം ഹൃദേപ്യഭിരക്ഷണാർത്ഥം
ചക്രം ഭവാൻ പ്രവിതതാരസഹസ്രധാരം. പദം പിരിക്കാം. ത്വത് പ്രീതയേ സകലം ഏവ വിതന്വതഃ അസ്യ ഭക്ത്യാ ഏവ ദേവ ന ചിരാത് അഭൃതാഃ പ്രസാദം യേന അസ്യ യാചനം ഹൃദേ അഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിതതാര സഹസ്രധാരം. സകലം ഏവ ത്വത്പ്രീതയേ വിതന്വതഃ അസ്യ ഭക്തിയാ ഏവ. എല്ലാം തന്നെ അവിടുത്തെ പ്രീതിക്കായി ചെയ്തു പോന്നിരുന്ന ഇദ്ദേഹത്തിൻ്റെ, അതായത് അംബരീഷൻ്റെ ഭക്തി ഒന്നിനാൽ തന്നെ ദേവ ത്വം ന ചിരാത് പ്രസാദം അഭ്യതാഹ. അല്ലയോ ദേവ, അവിടുന്ന് കാലതാമസം ഒട്ടും കൂടാതെ ഇദ്ദേഹത്തിൽ പ്രസന്നഭാവത്തെ കൈക്കൊണ്ടു, അതായത് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഏന, അതേ കാരണത്താൽ, അതായത് ആ അനുഗ്രഹത്തിനാൽ, അസ്യ യാചനം ഹൃദേ അഭി, ഇദ്ദേഹത്തിൻ്റെ ആവശ്യപ്പെടൽ ഇല്ലാതെയും അഭിരക്ഷണാർത്ഥം സഹസ്രധരം ചക്രം ഭവാൻ പ്രവിധതാര, 1000 മുനകളുള്ളതുമായ സുദർശന ചക്രത്തെ അവിടുന്ന് അറിഞ്ഞ് രക്ഷയ്ക്കായി നൽകി. നിൻ തിരുവടിയുടെ പ്രീതിക്കായി തന്നെ സർവകർമ്മങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഇവൻ്റെ ഭക്തി കൊണ്ട് തന്നെ നിൻ തിരുവടി താമസിയാതെ പ്രസന്നനായി തീർന്നു. അതിനാൽ ഇവൻ്റെ പ്രാർത്ഥന കൂടാതെ തന്നെ നിൻ തിരുവടി സുദർശന ചക്രത്തെ അവൻ്റെ രക്ഷയ്ക്കായി നൽകി. ത്വത്പ്രീയതേ സകലമേവ വിതന്വതോസ്യാം ഭക്ത്യൈവ ദേവ ന ചിരാദവൃഥാ പ്രസാദം യേനാസ്യ യാചനം ഹൃദേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിതതാരസഹസ്രധാരം. ശ്ലോകം 3. സദ്വാദശീ വ്രതമധോ ഭവദർച്ചനാർത്ഥം വർഷം ദധൗ മധുവനേ യമുനോപകണ്ഠേ പത്ന്യാ സമം സുമനസാ മഹതീം വിതന്വൻ പൂജാം ദ്വിജേഷു വിസൃജൻ പശുഷഷ്ഠികോടീം. പദം പിരിക്കാം. സഹ ദ്വാദശി വ്രതം അധോ ഭവത് അർച്ചന അർത്ഥം വർഷം ദധൗ മധുവനേ യമുന ഉപകണ്ഠേ പത്ന്യാ സമം സുമനസാ മഹതീം വിതന്വൻ പൂജാം ദ്വിജേഷു വിസൃജൻ പശു ഷഷ്ഠി കോടിം. അതോ സഹ ഭവദർച്ചനാർത്ഥം, ഇടയ്ക്ക് ആ അംബരീഷൻ അങ്ങയെ പൂജിക്കുക എന്ന ഉദ്ദേശത്തോടെ യമുനോപകണ്ഠേ മധുവനെ, യമുനാ നദിയുടെ സമീപത്തുള്ള മധുവനത്തിൽ വെച്ച് സുമനസാ പത്ന്യാ സമം മഹതീം പൂജാം വിതന്വൻ, ശുദ്ധ മനസ്സോടുകൂടിയുള്ള പത്നിയോടുകൂടി വലുതായ, അതായത് സർവ ഉപചാരങ്ങളോട് കൂടിയ പൂജ നടത്തിക്കൊണ്ടും ദ്വിജേഷു പശുഷഷ്ടികോടി വിസൃജൻ, ബ്രാഹ്മണർക്ക് 60 കോടി പശുദാനം ചെയ്തുകൊണ്ടും വർഷം ദ്വാദശി വ്രതം ദദൗ, ഒരു കൊല്ലം മുഴുവനും ദ്വാദശി വ്രതത്തെ അനുഷ്ഠിച്ചു. ദ്വാദശി വ്രതം എന്നാൽ ഏകാദശി നാൾ ഉപവസിച്ച് ദ്വാദശി നാൾ പാരണ കഴിക്കുക എന്നതാണ്. ഇതിനെ ഹരിവാസര വ്രതം എന്ന് പറയും. ഏകാദശിയുടെ അന്ത്യയാമവും
ദ്വാദശിയുടെ ആദിയാമവും ഈ രണ്ടും കൂടിയതാണ് ഹരിവാസരം. സദ്വാദശീ വ്രതമധോ ഭവദർച്ചനാർത്ഥം വർഷം ദധൗ മധുവനേ യമുനോപകണ്ഠേ പത്ന്യാ സമം സുമനസാ മഹതീം വിതന്വൻ പൂജാം ദ്വിജേഷു വിസൃജൻ പശുഷഷ്ഠികോടീം. ശ്ലോകം 4. തത്രാധപാരണദിനേ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രപേദേ ഭോക്തും വൃതശ്ച സ നൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമയമുനാം നിയമാൻ വിധാസ്യൻ. പദം പിരിക്കാം. തത്ര അധ പാരണ ദിനേ ഭവത് അർച്ചന അന്തേ ദുർവാസസ അസ്യ മുനിനാ ഭവനം പ്രപേദേ ഭോക്തും വൃതഃ ച സഹ നൃപേണ പര ആർത്തി ശീലഃ മന്ദം ജഗാമ യമുനാം നിയമാൻ വിധാസ്യൻ. അധ പാരണദിനെ ഭവദർച്ചനാന്തേ. അനന്തരം പാരണയുടേതായ ആ ഒരു ദിവസം, അതായത് ദ്വാദശി നാൾ വിഷ്ണു പൂജയും കൂടി കഴിഞ്ഞ സമയത്ത് ദുർവാസ മുനിന തത്ര അസ്യ ഭവനം പ്രപേദേ. ദുർവാസാവ് എന്ന മഹർഷി മധുവനത്തിൽ ഈ അംബരീഷൻ്റെ ഭവനത്തിൽ ചെന്നു കയറി നിർഭേണ സഹ ഭോക്തും വൃതഃ ച. രാജാവ് അദ്ദേഹത്തെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും ചെയ്തു. പരാർത്തിശീലഃ നിയമാൻ വിദാസ്യൻ യമുനാം മന്ദം ജഗാമ. മറ്റുള്ളവരെ കഷ്ടത്തിലാക്കുക എന്ന ശീലമുള്ള മഹർഷി മാധ്യാഹ്ന കർമ്മങ്ങൾ ചെയ്തു കളയാമെന്ന ഭാവത്തിൽ യമുനയിലേക്ക് പതുക്കെ നടന്നു. ആ വ്രതത്തിൻ്റെ അവസാനത്തിൽ പാരണം ചെയ്യേണ്ടുന്ന ദിവസം നീന്തിരുവടിയുടെ പൂജ കഴിഞ്ഞപ്പോൾ ദുർവാസാവ് എന്ന മുനി അംബരീഷൻ്റെ ഭവനത്തിൽ ചെന്നു. അപ്പോൾ ഊണ് കഴിക്കുന്നതിന് രാജാവിനാൽ ക്ഷണിക്കപ്പെട്ടു. അന്യന്മാരെ ദുഃഖിപ്പിക്കുന്ന സ്വഭാവമുള്ള ആ മഹർഷി നിത്യകർമ്മങ്ങൾ നടത്തുന്നതിനായിട്ട് സാവധാനത്തിൽ യമുനാ തീരത്തേക്ക് പോയി. മന്ദം ജഗാമ, നദിയിലേക്ക് പുറപ്പെട്ടപ്പോഴേ സമയം തെറ്റിക്കുവാനുള്ള ഈ ഒരു മന്ദതയെ കാണിക്കുന്നു. തത്രാധപാരണദിനേ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രപേദേ ഭോക്തും വൃതശ്ച സ നൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമയമുനാം നിയമാൻ വിധാസ്യൻ. ശ്ലോകം 5. രാജ്ഞാധപാരണമുഹൂർത്തസമാപ്തിഖേദാദ്വാരൈവ പാരണമകാരി ഭവത്പരേണ പ്രാപ്തോ മുനിസ്തദധ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്യൻ ക്രുധോ ധൃതജഡോ വിതതാനകൃത്യാം. പദം പിരിക്കാം. രാജ്ഞ അധ പാരണ മുഹൂർത്ത സമാപ്തി ഖേദാത് വാരാ ഏവ പാരണം അകാരി ഭവത് പരേണ പ്രാപ്തഃ മുനിഃ തത് അധ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്യൻ ക്രുധാ ഉദ്ധൃത ജഡഃ വിതതാന കൃത്യാം. അത് രാജ്ഞ പാരണമുഹൂർത്ത സമാപ്തിക്കേതാത്. മഹർഷി മടങ്ങി വരുവാൻ വൈകിയപ്പോൾ രാജാവ് പാരണ ചെയ്യുവാനുള്ള സമയം കഴിഞ്ഞു പോയാലോ എന്ന് സങ്കടത്താൽ ഭവത്പരേണ വാര ഏവ
പാരണം അകാരി. അങ്ങയിൽ തന്നെ തത്പരനായിട്ട് കേവലം ജലം കൊണ്ട് പാരണ നിർവഹിച്ചു. അധപ്രാപ്തഃ മുനിഃ തദ്ദിവ്യദൃശ വിജാനനൻ. അപ്പോഴേക്കും എത്തിച്ചേർന്ന മഹർഷി അക്കാര്യം ദിവ്യദൃഷ്ടി കൊണ്ട് നന്നായി അറിഞ്ഞ് ക്ഷിപ്യൻ ക്രുധാ ഉദ്ധൃതജടഃ കൃത്യ വിദധാന. രാജാവിനെ നന്നെ ശകാരിച്ചു. എന്നിട്ടും ക്രോധമടങ്ങാതെ ജട പറിച്ചെടുത്ത് ഒരു കൃത്തിയെ സൃഷ്ടിച്ചു വിട്ടു. അതായത് ഒരു പിശാചിനെ സൃഷ്ടിച്ചു വിട്ടു. നിന്തിരുവടിയുടെ ഭക്തനായ രാജാവ് നിത്യകർമ്മത്തിനായി യമുനയിൽ പോയ ദുർവാസാവ് താമസിച്ചതിനാലും ദ്വാദശി കഴിയുന്നതിന് മുമ്പ് പാരണ കഴിക്കേണ്ടത് വ്രതത്തിൻ്റെ നിയമമാകയാലും വിഷമിച്ചു. ഒടുവിൽ വെള്ളം കൊണ്ട് മാത്രം പാരണ കഴിച്ചു. അനന്തരം വന്നു ചേർന്ന ആ മുനി ദിവ്യദൃഷ്ടി കൊണ്ട് രാജാവിൻ്റെ പാരണ കഴിഞ്ഞിരിക്കുന്ന കഥ മനസ്സിലാക്കി കോപിച്ചു വളരെ ദുർവചനങ്ങൾ പറഞ്ഞുകൊണ്ട് ജട പറിച്ച് ഒരു കൃത്തിയെ നിർമ്മിച്ചു. കൃത്യ എന്ന് വച്ചാൽ അഗ്നിമയയും സംഹാരാത്മികയുമായ ഒരു പിശാചാണ്. രാജ്ഞാധ പാരണമുഹൂർത്ത സമാപ്തിഖേദാദ്വാരൈവ പാരണമകാരി ഭവത്പരേണ പ്രാപ്തോ മുനിസ്തദധ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്യൻ ക്രുധോ ധൃതജഡോ വിദധാന കൃത്യാം. ശ്ലോകം 6. കൃത്യാം ച താമസി ധരാം ഭുവനം ദഹന്തീം അഗ്രേഭിവീക്ഷ്യ നൃപതിർന്ന പദാച്ച കമ്പേ ത്വദ്ഭക്തബാധമഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ശലഭയൻ മുനിമന്വധാവീത്. പദം പിരിക്കാം. കൃത്യാം ച താം അസി ധരാം ഭുവനം ദഹന്തീം അഗ്രേ അഭിവീക്ഷ്യ നൃപതിഃ ന പദാത് ച കമ്പേ ത്വത് ഭക്ത ബാധം അഭിവീക്ഷ്യ സുദർശനം തേ കൃത്യ അനലം ശലഭയൻ മുനിം അന്വധാവീത്. താം കൃത്യാം ച അസിധരാം ഭുവനം ദഹന്തീം. ആ കൃത്യാകട്ടെ കയ്യിൽ വാളുമായി ലോകത്തെ ഭസ്മമാക്കുമാറ് അഗ്രേ അഭിവീക്ഷ്യ തൻ്റെ മുമ്പിൽ നേരിട്ട് കണ്ടിട്ട് പോലും നൃപതിഹി പതാത് ന ചകമ്പേ രാജാവ് തൻ്റെ സ്ഥാനത്ത് നിന്നും ഇളകിയതേയില്ല. തേ സുദർശനം ത്വദ്ഭക്തപാദം അഭിവീക്ഷ്യ അങ്ങയുടെ സുദർശനം അങ്ങയുടെ ഭക്തന് വന്നു ചേരുന്ന ബാധയെ മുന്നിൽ കണ്ടിട്ട് കൃത്യാനലം ശലഭയൻ മുനിം അന്വധാവീത് ആ കൃത്യാകുന്ന തീയിനെ തീയിൽ വീണ പാറ്റയെപ്പോലെ ആക്കുകയും മഹർഷിയുടെ പിന്നാലെ പാഞ്ഞു ചെല്ലുകയും ചെയ്തു. വാളും ധരിച്ചുകൊണ്ട് ലോകത്തെ ദഹിപ്പിക്കുന്ന ആ കൃത്യയെ മുമ്പിൽ കണ്ടിട്ടും രാജാവ് നിന്ന നിൽപ്പിൽ നിന്നും ഒരടി പോലും ഇളകിയില്ല. എന്നാൽ നിന്തിരുവടിയുടെ സുദർശനം എന്ന സുദർശന ചക്രം ആ കൃത്യയാകുന്ന അഗ്നിയെ തീയിൽ വീണ ഈയാമ്പാറ്റയെ പോലെ ദഹിപ്പിച്ചു കളഞ്ഞിട്ട് ഭയപ്പെട്ട് പ്രാണരക്ഷാർത്ഥം ഓടുന്ന ദുർവാസാവിൻ്റെ പിന്നാലെ എത്തി. നേരിട്ട് പാഞ്ഞു വരുന്ന സുദർശന ചക്രത്തെയും താൻ ജനിപ്പിച്ച കൃത്യ നശിച്ചതിനെയും കണ്ടു ഭയപ്പെട്ട ദുർവാസാവിന് പ്രാണൻ നശിക്കാതെ ഇരുന്നാൽ മതിയെന്ന വിചാരത്താൽ ഓടുവാൻ തുടങ്ങി. കൃത്യാം ച താമസി ധരാം ഭുവനം ദഹന്തീം അഗ്രേഭിവീക്ഷ്യ നൃപതിർന്ന പദാച്ച കമ്പേ ത്വദ്ഭക്തബാധമഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ശലഭയൻ മുനിമന്വധാവീത്. ശ്ലോകം 7.
ധാവന്നശേഷഭുവനേഷു ഭിയാ സ പശ്യൻ വിശ്വത്ര ചക്രമഭി തേ ഗതവാൻ വിരിഞ്ചം കഃ കാലചക്രമതിലംഘയതീത്യപാസ്ത ശർവം യയൗ സ ച ഭവന്തമവന്തതൈവ. പദം വിരിക്കാം. ധാവൻ അശേഷ ഭുവനേഷു ഭിയാ സഹ പശ്യൻ വിശ്വത്ര ചക്രം അഭി തേ ഗതവാൻ വിരിഞ്ചം കഹ കാല ചക്രം അതിലംഘയതി ഇതി അപാസ്തഃ ശർവം യയൗ സഹ ച ഭവന്തം അവന്തത ഏവ. സഹ ഭിയാ അശേഷഭുവനേഷു ധാവൻ. ആ മഹർഷി പേടിച്ച് സകല ഭുവനങ്ങളിലും രക്ഷയ്ക്കായി ഓടി നടന്നു. വിശ്വത്ര തേ ചക്രം അഭിപശ്യൻ. എല്ലായിടത്തും അങ്ങയുടെ ആ ചക്രത്തെ കണ്ട് വിരിഞ്ചം ഗതവാൻ. ഒടുവിൽ ബ്രഹ്മാവിനെ ചെന്ന് ശരണം പ്രാപിച്ചു. കഹാകാലചക്രം അതിലംഘയതി ഇതി അപാസ്തഃ സർവം യയൗ. ആർക്ക് കഴിയും കാലചക്രത്തെ അതിക്രമിക്കുവാൻ എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് കൈവെടിഞ്ഞപ്പോൾ ശിവനെ ചെന്ന് ശരണം പ്രാപിച്ചു. സഹ ച ഭവന്തം അവന്തത ഏവ. അദ്ദേഹമാകട്ടെ അങ്ങയെ കൈവണങ്ങുക മാത്രം ചെയ്തു. ദുർവാസസ് മുനി സകല ദിക്കുകളിലും ആകാശത്തിലും ഭൂമിയിൽ സർവഭാഗങ്ങളിലും പർവ്വത ഗുഹകളിലും സമുദ്രങ്ങളിലും ദിക്പാലകന്മാരടങ്ങിയ സകല ലോകങ്ങളിലും സ്വർഗത്തിലും പ്രവേശിച്ചു. എവിടെ പോകുന്നുവോ അവിടെയെല്ലാം അസഹ്യ തേജസ്സോടുകൂടിയ സുദർശന ചക്രവും തന്നെ പിന്തുടരുന്നതായിട്ട് കണ്ടു. സകല ദിക്കിലും സഞ്ചരിച്ച ദുർവാസാവിന് ഒരു ദിക്കിലും രക്ഷ കിട്ടില്ലെന്നായപ്പോൾ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, ഈ കാലചക്രത്തെ ആർക്ക് തടയുവാൻ കഴിയും? മഹാപ്രഭുവായ ശ്രീഹരിയുടെ ചക്ര തേജസ്സിൽ നിന്നും അങ്ങയെ രക്ഷിക്കുവാൻ ഞാൻ സമർത്ഥനല്ല. ഇപ്രകാരം ബ്രഹ്മാവ് നിരസിച്ചതിനാൽ ശ്രീ വിഷ്ണു ചക്ര തേജസ്സിനാൽ ദഹിപ്പിക്കപ്പെടുന്ന ദുർവാസാവ് കൈലാസത്തിൽ പ്രവേശിച്ചു. അവിടെ വസിക്കുന്ന ശ്രീ ശിവനെ ശരണം പ്രാപിച്ചു. ശിവൻ പറഞ്ഞു, ആ ഭഗവാന്റെ, അതായത് മഹാവിഷ്ണുവിൻ്റെ സങ്കല്പത്തിനെതിരായി നടക്കാൻ ഞങ്ങൾ ശക്തരല്ല. സർവലോകങ്ങളുടെയും ഈശ്വരനായിരിക്കുന്ന ആ ഭഗവാന്റെ ഈ ശസ്ത്രത്തെ തടയുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതിനാൽ ഞങ്ങളിൽ നിന്നും നിനക്ക് രക്ഷ കിട്ടുകയില്ല. ആ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുക. ശരണാഗതന്മാരുടെ സകല സന്താപങ്ങളെയും തീർക്കുന്ന ആ സർവേശ്വരൻ നിനക്ക് ക്ഷേമത്തെ നൽകും. കാലചക്രം, കാലസ്വരൂപമായ ചക്രം. കാലത്തെ എന്ന പോലെ ഈ ചക്രത്തെയും ലംഘിക്കുക ആർക്കും അസാധ്യം. അവന്തത ഏവ. വൈഷ്ണവമായ യാതൊന്നിനോടും എതിർത്ത് നിൽക്കുവാൻ നമുക്ക് വയ്യ എന്നാണ് ഈ വന്ദനത്തിൻ്റെ അഭിപ്രായം. അന്യത്ര രക്ഷ കിട്ടുമെന്നുള്ള ആശ തീരെയില്ലാതായ ദുർവാസാവ് കൈലാസത്തിൽ നിന്നും മടങ്ങി സാക്ഷാൽ ലക്ഷ്മി ദേവിയോടുകൂടി ശ്രീ ഭഗവാൻ വസിക്കുന്ന സ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് പോകുന്നു. ധാവന്നശേഷഭുവനേഷു ഭിയാ സ പശ്യൻ വിശ്വത്ര ചക്രമഭി തേ ഗതവാൻ വിരിഞ്ചം കഃ കാലചക്രമതിലംഘയതീത്യപാസ്ത ശർവം യയൗ സ ച ഭവന്തമവന്തതൈവ. ശ്ലോകം 8. ദുർവാസസ് മുനി ശ്രീ ഭഗവാന്റെ പാദമൂലത്തിൽ ചെന്ന് നമസ്കരിച്ചു. ഹേ അച്യുത, ഹേ അനന്ത, ഹേ സജ്ജനങ്ങളാൽ പ്രാർത്ഥിക്കപ്പെടുന്ന ലോകരക്ഷകനായ പ്രഭോ, അങ്ങയുടെ ഭക്തനിൽ അപരാധം ചെയ്തിരിക്കുന്ന എന്നെ നിന്തിരുവടി രക്ഷിച്ചാലും എന്ന് പറഞ്ഞു. ഭൂയോ ഭവന്നിലയമേത്യ മുനിം നമന്തം പ്രോജേ ഭവാനഹമൃഷേനനുഭക്തദാസ
ജ്ഞാനം തപശ്ച വിനയാന്യുതമേവ മാന്യം യാഹ്യംബരീഷപദമേവ ഭജേതി ഭൂമൻ. പദം പിരിക്കാം. ഭൂയഃ ഭവത് നിലയം ഏത്യ മുനിം നമന്തം പ്രോജേ ഭവാൻ അഹം ഹൃഷേ നനു ഭക്തദാസഃ ജ്ഞാനം തപഃ ച വിനയ അന്വിതം ഏവ മാന്യം യാഹി അംബരീഷ പദം ഏവ ഭജ ഇതി ഭൂമൻ. ഭൂയഃ ഭവന്നിലയം ഏത്യ നമന്തം മുനിം. പിന്നെ അങ്ങയുടെ ലോകത്തിൽ, അതായത് വൈകുണ്ഠത്തിൽ വന്ന് നമസ്കരിച്ച മുനിയോട് ഭൂമൻ ഭവാൻ പ്രോചേ, അല്ലയോ സർവവ്യാപിൻ, അവിടുന്ന് അരുളി ചെയ്തു, ഋഷേ അഹം ഭക്തദാസഃ നനു, മഹർഷേ ഞാൻ ഭക്തജനങ്ങളുടെ ദാസനാണല്ലോ. ജ്ഞാനം തപഃ ച വിനയാന്വിതം ഏവ മാന്യം, അറിവും അനുഷ്ഠാനവും വിനയത്തോട് ചേർന്നതായാലേ മാനിക്കത്തക്കതാകൂ. യാഹി അംബരീഷപദം ഏവ ഭജ ഇതി, ആകയാൽ ചെല്ലൂ, അംബരീഷൻ്റെ കാൽക്കൽ തന്നെ ചെന്ന് ശരണം പ്രാപിക്കൂ എന്ന്. അല്ലയോ മഹാപ്രഭാവനായ ഭഗവാനെ, പിന്നെ വൈകുണ്ഠത്തിൽ വന്ന് നമസ്കരിക്കുന്ന ആ മുനിയോട് നിന്ദരോടി ഇപ്രകാരം അരുളി ചെയ്തു, അങ്ങയ്ക്ക് വിനയം കുറവാണ്, അതുകൊണ്ടാണ് ഈ അനർത്ഥങ്ങളെല്ലാം വന്നുകൂടിയത്. അങ്ങയെ രക്ഷിക്കുവാൻ സ്വാതന്ത്ര്യം എനിക്കില്ല. ഹേ ബ്രാഹ്മണ, എനിക്ക് കൂടി അങ്ങയെ രക്ഷിക്കുവാൻ സാധിക്കാത്തതിനാൽ എന്നെ ശരണം പ്രാപിച്ച അങ്ങയെ ഉപേക്ഷിക്കുന്നതും സമുചിതമല്ല. അതിനാൽ ഈ ദുഃഖത്തിൽ നിന്നും മോചിപ്പിക്കാൻ ഉപകരിക്കുന്ന ഉപായം ഞാൻ ഉപദേശിക്കാം. അല്ലയോ ഋഷേ, ഞാൻ ഭക്തദാസനാണ്, അത് അങ്ങേക്കും അറിയാമല്ലോ. ജ്ഞാനവും തപസ്സും വിനയം കൂടി ഉണ്ടെങ്കിലേ ബഹുമാനിക്കത്തക്കതായിരിക്കുകയുള്ളൂ. ഭക്തന്മാർക്ക് അധീനനായ ഞാൻ അസ്വതന്ത്രനെ പോലെയായിരിക്കുന്നു. നിഷ്കാമമായിരിക്കുന്ന ഭക്തന്മാർ എൻ്റെ ഹൃദയത്തെ വശീകരിച്ചുമിരിക്കും. ആവിധം ഭക്തിയുള്ളവരെ തന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നതും. അതുകൊണ്ട് എൻ്റെ ഇഷ്ടം പോലെ അങ്ങയെ രക്ഷിക്കുവാൻ എനിക്കും തരമില്ല. ഏതൊരുവനെ ഉപദ്രവിക്കാൻ ഉദ്ദേശിച്ച് ഈ വിധം ആത്മവിചാരം ചെയ്തുവോ, ഇനി ഏതായാലും അംബരീഷൻ്റെ അടുക്കൽ പോയി അയാളുടെ പാദങ്ങളെ തന്നെ ആശ്രയിക്കുകയല്ലാതെ ഒരു നിവൃത്തിയുമില്ല. അതിനാൽ അപ്രകാരം ചെയ്യുക, അങ്ങക്ക് ഭദ്രം ഭവിക്കും. മഹാഭാഗ്യവാനായ ആ രാജാവിനെ ക്ഷമിപ്പിക്കുക. അത് നിമിത്തം സുദർശന ചക്രത്തിൽ നിന്നും നേരിട്ടിരിക്കുന്ന ക്ലേശത്തിന് ശാന്തി ഉണ്ടാകും. ഭൂയോ ഭവന്നിലയമേത്യ മുനിം നമന്തം പ്രോജേ ഭവാനഹമൃഷേനനു ഭക്തദാസ ജ്ഞാനം തപശ്ച വിനയാന്യുതമേവ മാന്യം യാഹ്യംബരീഷപദമേവ ഭജേതി ഭൂമൻ. ശ്ലോകം 9. താവത് സമേത്യ മുനിനാ സഗൃഹീതപാദോ രാജാപസൃത്യ ഭവദസ്ത്രമസൗ അനൗഷീത് ചക്രേ ഗദേ മുനിരദാദഖിലാശിഷോസ്മൈ ത്വദ്ഭക്തിമാഗസി കൃതേബി കൃപാം ച ശംസൻ. പദം പിരിക്കാം. താവത് സമേത്യ മുനിനാ സഹ ഗൃഹീത പാദഃ രാജാ അപസൃത്യ ഭവത് അസ്ത്രം അസൗ അനൗഷീത് ചക്രേ ഗദേ മുനിഃ അദാത് അഖില ആശിഷഃ അസ്മൈ ത്വത് ഭക്തിം ആഗസി കൃതേ അഭി കൃപാം ച ശംസൻ. മുനിന
താവത് സമേത്യ ഗൃഹീതപാദഃ രാജ. മഹർഷി തൽക്ഷണം എത്തിച്ചേർന്ന് കാൽ കടന്നു പിടിച്ചപ്പോൾ രാജാവ് അപസൃത്യ അസൗ ഭവദസ്ത്രം അനൗഷീത്, ഒഴിഞ്ഞു മാറുകയും അദ്ദേഹം അങ്ങയുടെ ആയുധത്തെ സ്തുതിക്കുകയും ചെയ്തു. ചക്രേ ഗതേ മുനിഹി ത്വദ്ഭക്തിം. അങ്ങനെ ചക്രം പിന്മടങ്ങിയപ്പോൾ മഹർഷി അംബരീഷന് അങ്ങയിലുള്ള ഭക്തിയെയും ആഗസീകൃതേ സതി അഭി കൃപാം ച ശംസൻ, കുറ്റം ചെയ്തിരിക്കെ പോലും അദ്ദേഹം കാട്ടുന്ന കാരുണ്യത്തെയും പ്രശംസിച്ചുകൊണ്ട് അസ്മൈ അഖിലാശിഷഃ അതാത്, ഇദ്ദേഹത്തിന് അതായത് രാജാവിന് എല്ലാവിധത്തിലുള്ള നന്മകളെയും നേർന്നു. അനന്തരം ദുർവാസാവ് വൈകുണ്ഠത്തിൽ ചെന്ന് ഓടി വന്ന അംബരീഷൻ്റെ കാല് പിടിച്ചു. എന്നാൽ ആ രാജാവ് മാറിക്കളഞ്ഞിട്ട് നിന്തിരുവടിയുടെ തൃച്ചക്രത്തെ സ്തുതിച്ചു. ആ സ്തുതി കേട്ട് ചക്രം അടങ്ങിയപ്പോൾ ആ മഹർഷി അംബരീഷന് നിന്തിരുവടിയിലുള്ള ഭക്തിയെയും അപരാധം ചെയ്ത തന്നോട് പോലും കാണിച്ച കൃപയെയും പ്രശംസിച്ചുകൊണ്ട് ആ രാജാവിന് സകല അനുഗ്രഹങ്ങളും നൽകി. ദുർവാസാവ് പറയുന്നു, ഹേ രാജൻ, ശ്രീനാരായണ ഭക്തന്മാരായിരിക്കുന്ന നിങ്ങളുടെ ആശ്ചര്യകരമായ മാഹാത്മ്യത്തെ ഞാനിപ്പോൾ പ്രത്യക്ഷമായി കണ്ടു. എങ്ങനെയെന്നാൽ അങ്ങേക്ക് വിരോധം പ്രവർത്തിച്ച എനിക്കുള്ള ദുഃഖങ്ങൾ തീർന്ന് സുഖമുണ്ടാകണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു. ശ്രീനാരായണ ഭക്തന്മാർ ആരെയും ശത്രുക്കളായിട്ട് കരുതാതിരിക്കുന്നത് തന്നെ അവർക്കുള്ള ഉത്കൃഷ്ട മാഹാത്മ്യം. താവത് സമേത്യ മുനിനാ സഗൃഹീതപാദോ രാജാപസൃത്യ ഭവദസ്ത്രമസൗ അനൗഷീത് ചക്രേ ഗദേ മുനിരദാദഖിലാശിഷോസ്മൈ ത്വദ്ഭക്തിമാഗസി കൃതേഭി കൃപാം ച ശംസൻ. ശ്ലോകം 10. രാജാ പ്രദീക്ഷ്യ മുനിമേഘസമാമനാശ്വാൻ സംഭോജ്യ സാധു തമൃഷിം വിസൃജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തതോപി ദൃഢം രഥോഭൂത് സായുജ്യമാപ ച സമാം പവനേശപായ. പദം പിരിക്കാം. രാജാ പ്രദീക്ഷ്യ മുനിം ഏകസമാം അനാശ്വാൻ സംഭോജ്യ സാധു തം ഹൃഷിം വിസൃജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തതഃ അഭി ദൃഢം രഥഃ അഭൂത് സായുജ്യം ആപ ച സഹ മാം പവനേശ പായ. രാജ മുനിം പ്രതീക്ഷ്യ ഏകസമാം അനാശ്വാൻ. രാജാവ് മഹർഷിയെ കാത്തിരുന്ന ഒരു കൊല്ലം മുഴുവനും ഒന്നും ഭക്ഷിക്കാതെ കഴിച്ചു കൂട്ടി. തം ഋഷിം സാധു സംഭോജ്യ പ്രസന്ന വിസൃജൻ. ആ മഹർഷിയെ യഥാവധി ഊട്ടുകയും പ്രസന്നനായി തീർന്ന അദ്ദേഹത്തെ യാത്രയയക്കുകയും ചെയ്തു. സ്വയം ഭുക്ത്വ, എന്നിട്ട് താനും ഭക്ഷണം കഴിച്ചു. ത്വയി തതഃ അഭി ദൃഢം രഥഃ അഭൂത്. അങ്ങനെ അംബരീഷൻ അങ്ങയിൽ പൂർവാധികം ഭക്തിയുള്ളവനായി തീർന്നിട്ട് സായുജ്യം ആപച, മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. പവനേശ സഹ ത്വം മാം പായാഹ. ഗുരുവായൂരപ്പ, അവിടുന്ന് ഈയുള്ളവന് രക്ഷിക്കണമേ. രാജാവിനെ പ്രശംസിച്ചതിൽ പിന്നെ തനിക്ക് രാജാവിനോടുള്ള നന്ദിയെയും സൂചിപ്പിക്കുന്നു. ഹേ രാജൻ, ഏറ്റവും കരുണാശീലനായ അങ്ങ് എന്നെ അനുഗ്രഹിച്ചു. എങ്ങനെയെന്നാൽ നിരപരാധിയായ അങ്ങയെ ഹനിപ്പാനായി കൃത്തിയെ ഞാൻ ഉദ്ഭവിപ്പിച്ചു. ആ അപരാധത്തെ ഗണിക്കാതെ എൻ്റെ പ്രാണങ്ങളെ അങ്ങ് സംരക്ഷിച്ചു.
അത് മഹത്തായ ഉപകാരമാകുന്നു. മുനി രാജാവിനോട് വീണ്ടും പറയുന്നു, ഭഗവാന്റെ പ്രിയഭക്തനായിരിക്കുന്ന അങ്ങയുടെ ദർശനം ലഭിച്ചതുകൊണ്ടും അംഗസമ്പർക്കം കൊണ്ടും സംഭാഷണം കൊണ്ടും പരമാത്മഭാവനയോടെ അതിഥി സത്കാരം കൊണ്ടും ഞാൻ പ്രീതനും അനുഗ്രഹിക്കപ്പെട്ടവനുമായി ഭവിച്ചു. ഈ വിധം അനേകം സദ്ഗുണങ്ങളോട് കൂടിയ അംബരീഷ മഹാരാജാവ് സ്മൃതാദികളിൽ പരമാത്മാവെന്നും ഉപനിഷത്തുക്കളിൽ ബ്രഹ്മമെന്നും പുരാണാദികളിൽ വാസുദേവനെന്നും പറയപ്പെടുന്ന ശ്രീ ഭഗവാനിൽ സർവകർമ്മങ്ങളും സമർപ്പിച്ചുകൊണ്ട് പരമഭക്തിയോടു കൂടിയിരുന്നു. ആ ഭക്തി നിമിത്തം പരിശുദ്ധമായ അന്ധകരണത്തിനാൽ ശരീരഭാവങ്ങളിൽ അഭിമാനം തീരെ നശിച്ചതിനാൽ സംസാരത്തിൽ നിന്നും മുക്തനായി. അംബരീഷ മഹാരാജാവിൻ്റെ പുണ്യമായ ഈ ചരിത്രം കീർത്തിക്കുകയും നിരന്തരം ചിന്തിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭഗവത് ഭക്തനായി ഭവിക്കും. സന്തുഷ്ടനായ ദുർവാസാവ് മഹർഷി രാജാവിനെ അനുഗ്രഹിക്കുന്നു. രാജാ പ്രതീക്ഷ്യ മുനിമേഘസമാമനാശ്വാൻ സംഭോജ്യ സാധുതമൃഷിം വിസൃജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തതോപി ദൃഢം രഥോഭൂത് സായുജ്യമാപ ച സമാം പവനേശപായ. ശ്രീമദ് ഭാഗവതത്തിൽ നവമസ്കന്ധം 4-5 അധ്യായങ്ങളിൽ അംബരീഷ ചരിതത്തെ വിസ്തരിച്ചിട്ടുണ്ട്. പാരായണം ദശകം 33 അംബരീഷ ചരിതം. വൈവസ്വദാഖ്യമനുപുത്ര നഭാഗജാത നാഭാഗനാമക നരേന്ദ്രസുതോംബരീഷാം സപ്താർണവാവൃതമഹീദയിതോ വിരേമേ ത്വത്സംഗിഷു ത്വയി ച മഗ്നമനാ സദൈവ ത്വത്പ്രീയതേ സകലമേവ വിതന്വതോസ്യാം ഭക്ത്യൈവ ദേവ ന ചിരാദവൃഥാ പ്രസാദം യേനാസ്യ യാജനം ഹൃദേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിതതാരസഹസ്രധാരം സദ്വാദശീ വ്രതമധോ ഭവദർച്ചനാർത്ഥം വർഷം ദധൗ മധുവനേ യമുനോപകണ്ഠേ പത്ന്യാ സമം സുമനസാ മഹതീം വിതന്വൻ പൂജാം ദ്വിജേഷു വിസൃജൻ പശുഷഷ്ഠികോടീം തത്രാധപാരണദിനേ ഭവദർച്ചനാന്തേ ദുർവാസസാസ്യ മുനിനാ ഭവനം പ്രപേദേ ഭോക്തും വൃതശ്ച സ നൃപേണ പരാർത്തിശീലോ മന്ദം ജഗാമയമുനാം നിയമാൻ വിധാസ്യൻ രാജ്ഞാധപാരണമുഹൂർത്തസമാപ്തിഖേദാദ്വാരൈവ പാരണമകാരി ഭവത്പരേണ പ്രാപ്തോ മുനിസ്തദധ ദിവ്യദൃശാ വിജാനൻ ക്ഷിപ്യൻ ക്രുധോ ധൃതജഡോ വിതതാനകൃത്യാം കൃത്യാം ച താമസി ധരാം ഭുവനം ദഹന്തീം അഗ്രേഭിവീക്ഷ്യ നൃപതിർന്ന പദാച്ച കമ്പേ ത്വദ്ഭക്തബാധമഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ശലഭയൻ മുനിമന്വധാവീത് ധാവന്നശേഷഭുവനേഷു ഭിയാ സ പശ്യൻ വിശ്വത്ര ചക്രമഭിതേ ഗതവാൻ വിരിഞ്ചം കഃ കാലചക്രമതിലംഘയദീത്യപാസ്ത ശർവം യയൗ സ ച ഭവന്തമവന്ദതൈവ ഭൂയോ ഭവന്നിലയമേത്യ മുനിം നമന്തം പ്രോജേ ഭവാനഹമൃഷേനനുഭക്തദാസ ജ്ഞാനം തപശ്ച വിനയാന്യുതമേവ മാന്യം
യാഹ്യംബരീഷപദമേവ ഭജേതി ഭൂമൻ താവത്സമേത്യ മുനിനാ സഗൃഹീതപാദോ രാജാപസൃത്യ ഭവദസ്ത്രമസൗ അനൗഷീത് ചക്രേ ഗദേ മുനിരദാദഖിലാശിഷോസ്മൈ ത്വദ്ഭക്തിമാഗസി കൃതേപി കൃപാം ച ശംസൻ രാജാ പ്രദീക്ഷ്യ മുനിമേഘസമാമനാശ്വാൻ സംഭോജ്യ സാധുതമൃഷിം വിസൃജൻ പ്രസന്നം ഭുക്ത്വാ സ്വയം ത്വയി തതോപി ദൃഢം രഥോഭൂത് സായുജ്യമാപ ച സമാം പവനേശപായ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.